കർത്താവിന്റെ അതിപരിസമായ നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിരിയേറെ നാമത്തിൽ എന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവന ചിന്തയ്ക്കായി ഒരു ദൈവവചന ഭാഗം വായിക്കുന്നു. സദൃശ്യവാക്യം 23 അധ്യായം 7 വാക്യം. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയമോ നിനക്ക് അനുകൂലമല്ല. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവെഴുത്താണ്. ഒരു കൂടി ആവർത്തിക്കുന്നു. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും. അവന്റെ ഹൃദയം നിനക്ക് അനുകൂലമല്ല. അപ്പം ഞാൻ നിങ്ങളെക്കുറിച്ച് കണക്ക് കൂട്ടുന്ന പോലെയാണ് ഞാൻ നിങ്ങളോട് പറയും തിന്നു കുടിച്ചുകൊള്ളാൻ. പക്ഷെ എന്റെ ഹൃദയം നിങ്ങൾക്ക് അറിയത്തില്ല. നമ്മൾ ഓരോരുത്തരും ആ ഭാഗം ചിന്തിച്ചു നോക്കണം. നമ്മുടെ സ്വഭാവവും രീതിയും സംസാരവും ഒക്കെ എങ്ങനെയാണെന്ന്. പ്രൈസോ. ഒരു മനുഷ്യന്റെ സൽഗുണങ്ങളെക്കുറിച്ചും ദുർഗുണങ്ങളെക്കുറിച്ചുമാണ് ഈ ഭാഗത്ത് രേഖപ്പെടുന്നത്. മനുഷ്യന് നല്ല സൽഗുണങ്ങളുണ്ട്, അപ്പോൾ തന്നെ ആ മനുഷ്യന്റെ ഹൃദയത്തിൽ തന്നെ ദുർഗുണങ്ങളുണ്ട്. ഒരേ വായു കൊണ്ട് തന്നെയാണ് ഇതെല്ലാം സംസാരിക്കുന്നത്. ഒരേ ഹൃദയത്തിൽ തന്നെയാണ് ഇതെല്ലാം ഉള്ളത്. നമ്മൾ തന്നെയാണിത് പ്രവർത്തിക്കുന്നത്. അല്ലേ? മറ്റാരും കൂട്ടി സഹായമില്ല. എനിക്ക് തോന്നുന്നത് ഞാൻ കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ ഞാൻ പ്രവർത്തിക്കുന്നത്. ഞാൻ മുഖത്ത് നല്ല പ്രസന്നതയോടെ, മുഖത്ത് നല്ല ചിരിച്ച അനുഭവത്തോടെ, നല്ല പുഞ്ചിരി കാണിച്ചുകൊണ്ട്, എന്റെ മുൻപല്ലുകളൊക്കെ നന്നായിട്ട് വെളി കാണിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയും, ആ കുഴപ്പമില്ല മാവറേ വാ സഹോദര തിന്നു കുടിച്ചു കൊടുക്കുക എന്നൊക്കെ പറയും. പക്ഷെ എന്റെ ഹൃദയം നിനക്കറിയത്തില്ല. ഒരുപക്ഷെ എന്റെ ഹൃദയത്തിൽ എന്താണ്, അതെന്റെ സ്നേഹത്തെ തരുന്നതാണോ, എന്റെ ഹൃദയം നിറഞ്ഞു തരുന്നതാണോ, എനിക്ക് സന്തോഷത്തോടുകൂടി നൽകുന്നതാണോ എന്ന് നിങ്ങൾക്കറിയില്ല. ചിലപ്പം എന്റെ ഹൃദയത്തിൽ നിങ്ങളെ വന്നല്ലോ, ആഹാരം തരേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്തയും അതിനകത്തുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, അല്ലയോ തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും, അവന്റെ ഹൃദയമോ നിനക്കറിയില്ലെന്ന് പറഞ്ഞു. ഇത് നമുക്കൊരു അനുഭവമാണ്. ഞാനത് പല വീടുകളിൽ ചെല്ലുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. പല വീടുകളിൽ ചെല്ലുമ്പം പലരുമായിട്ടും സംസാരിക്കുമ്പം, പലർക്കും ഭക്ഷണം കൊടുക്കുമ്പം പലരും ഈ ഭാഗം എന്നോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ പാസ്റ്റർ വീട്ടിൽ വരുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാതെ ഇരിക്കുന്നത് എങ്ങനെയാണ്? ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തു വിടുന്നത് നല്ലതാണെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ ചില ഭവനത്തിൽ ചെല്ലുമ്പോൾ പറയും, ആ മനുഷ്യൻ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്നതെന്ന് പറയും. അങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തണം. ഇനി നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെങ്കിൽ ഏറ്റു പറയണം. എന്തെങ്കിലും കൊടുത്തത് മനസ്സോടെ കൊടുക്കണം. ഹൃദയത്തിൽ കയ്പും പകയും വെച്ചുകൊണ്ട് ആർക്കൊന്നും ചെയ്യരുത്. എനിക്ക് തോന്നുന്നു ഞങ്ങൾ ആത്മീയ ശുശ്രൂഷ ചെയ്ത തുടങ്ങിയ കാലം തൊട്ട് ഇന്ന് വരെ ആരെല്ലാം വീട്ടിൽ വന്നാലും അവർക്ക് ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് പറഞ്ഞു അയക്കാറുള്ളൂ. ഹൃദയ സന്തോഷത്തോടെ കൊടുക്കുന്നത്. കാരണം ഞങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾക്കും തൃപ്തിയോടെ കഴിക്കാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം ഞങ്ങൾക്കുണ്ട്. അതാണ് ഞങ്ങളെ നടത്തുന്നത്. അതൊട്ടും കുറഞ്ഞു പോകരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അല്ലെങ്കിൽ എനിക്കില്ലെന്ന് ഈ മനുഷ്യൻ വന്നല്ലോ എന്നൊക്കെ ഓർത്ത് ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരിക്കലും അല്ലാത്ത സമാധാനം ഉണ്ടാകത്തില്ല. കഴിക്കുന്ന വ്യക്തിക്ക് അറിയില്ല നമ്മുടെ ഹൃദയം എന്താണ്. ഇവിടെ വചനം വായിക്കുന്നത് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരു മനുഷ്യന്റെ ഹൃദയ വിചാരം, അവന്റെ വായിലെ വാക്കുകൾ, അവന്റെ കൈകളുള്ള പ്രവൃത്തികൾ, അവന്റെ കണ്ണിന്റെ നോട്ടം, അവന്റെ കാതിന്റെ കേൾവി, അവന്റെ കാലുകളുടെ നടത്തം, ഇവയെല്ലാം കൂടെ ചേർന്ന് നമ്മൾ നോക്കിയാൽ ഒരു മനുഷ്യന്റെ ആത്മജീവിതത്തിന്റെ നമുക്ക് നിർണ്ണയിക്കാൻ കഴിയും. ഒന്നുകൂടെ, ഒരു മനുഷ്യന്റെ ഹൃദയ വിചാരം, അവന്റെ വായിലെ വാക്കുകൾ, അവന്റെ കൈകളുള്ള പ്രവർത്തികൾ, അവന്റെ കണ്ണുകൾ, അവന്റെ കേൾവി, അവന്റെ കാലുകളുടെ നടത്തം, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയതയെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു, മറ്റൊരു ആത്മീയത നമുക്ക് നിർണ്ണയിക്കാൻ കഴിയുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ശരീരത്തിൽ പ്രധാനപ്പെട്ട അവയവങ്ങളെല്ലാം വിശദമായി സൂക്ഷിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഹൃദയവും വായിലെ വാക്കുകളും കൈകളുടെ പ്രവർത്തികളും കണ്ണിന്റെ നോട്ടവും കാതിന്റെ കേൾവിയും ആമേ സ്തോത്രം കാലുകളുടെ നടപ്പും ദൈവഹിതമായിരിക്കണം.
സ്തോത്രം. ഹൃദയം നിറഞ്ഞ് കവിയുന്നതല്ലോ വായി സംസാരിക്കുന്ന യേശു അമ്മയെ പഠിപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. അതുകൊണ്ട് നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപനായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിഞ്ഞ് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെട്ട് നിങ്ങളോട് കൂടെ സഹകരിക്കുന്ന വ്യക്തിയെ നിങ്ങളുടെ സഹോദരനായി സഹോദരിയായി ചേർത്ത് പിടിച്ചുകൊണ്ട് വേണം നിങ്ങൾ ഒരാൾക്ക് എന്തെങ്കിലും നന്മ ചെയ്യാൻ, സൽക്കരിക്കാൻ. അവിടെ ദൈവം പ്രവർത്തിക്കത്തുള്ളൂ കേട്ടോ. മനസ്സിനകത്ത് എന്തെങ്കിലും ഇടർച്ച വെച്ചിട്ടുണ്ടെങ്കിൽ അതിനകത്തൊരു സന്തോഷം ഉണ്ടാകത്തില്ല. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് വലിയ സന്തോഷം ഉണ്ടാകണം. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമുക്ക് വലിയ സന്തോഷം ഉണ്ടായിരിക്കണം. പിന്നെ ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആ ഭാഗം എടുത്ത് ഹല്ലേലൂയ മറ്റുള്ളവർ പ്രദർശിക്കും. ഇപ്പൊ നിങ്ങൾ ഒരു നന്മ ചെയ്താൽ, ഒരു നന്മ ചെയ്താൽ അപ്പോൾ തന്നെ ഫേസ്ബുക്കിനകത്തും വാട്സപ്പിനകത്തും എന്ന് വേണ്ട എവിടെല്ലാം പ്രചരിപ്പിക്കാവോ അതെല്ലാം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളിവിടെ ശുശ്രൂഷ തുടങ്ങിയ കാലഘട്ടത്തിൽ ഒരിക്കൽ വിദേശത്തുനിന്ന് ദൈവദാസനുമായി പരിചയപ്പെട്ട നിങ്ങൾ BBS ഒക്കെ നടത്തുന്ന സമയങ്ങളിൽ അങ്ങനെ ചില നന്മകളും പിന്നെ പിന്നെ ചിലർക്ക് ചില കിറ്റ് കൊടുക്കാനൊക്കെ കുറെ പൈസ ഞങ്ങളെ ഏൽപ്പിച്ചു. അന്ന് എൻ്റെ വൈഫുള്ള സമയത്താണ്. അപ്പം ഞങ്ങളെല്ലാം കൂടെ ഒരു 10-20 കിറ്റെല്ലാം തയ്യാറാക്കി ഓരോരുത്തർക്ക് കൊടുക്കാനായിട്ട് ഒരുങ്ങിയപ്പോൾ എല്ലാവരും ഫോട്ടോ എടുക്കണം പറഞ്ഞു. ഞാൻ ഒരിക്കൽ പോലും അവരുടെ ഫോട്ടോ എടുത്തില്ല. ഹല്ലേലൂയ. ഞാൻ മേടിച്ച് ഉണ്ടാക്കിയ കിറ്റിന്റെ എല്ലാം കൂടെ ഫോട്ടോ ഞാൻ എൻ്റെ വീട്ടിൽ വെച്ചെടുത്തിട്ട് അത് ആ സ്പോൺസർ ചെയ്ത വ്യക്തിക്ക് അയച്ചു കൊടുത്തു. ഈ കൊടുത്ത ആളുകളുടെ ഫോട്ടോയൊന്നും ഞാൻ രേഖപ്പെടുത്താൻ പോയില്ല. ആദ്യം എന്താ ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ പൈസ മുടക്കി ഞാൻ ചെയ്തതല്ലല്ലോ, മറ്റൊരാൾ എന്നെ ഏൽപ്പിച്ചതല്ലേ. അതിന്റെ മഹത്വം ഞാൻ എടുക്കാൻ പാടില്ല. അത് തന്നവർ, അത് എന്നെ ഏൽപ്പിച്ച വ്യക്തിക്കാണ് അതിന്റെ സകല മഹത്വം. ഞാനൊരു ഇടനിലക്കാരൻ. പിന്നെ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ഇന്ന് പക്ഷെ നിങ്ങളങ്ങനെ ചെയ്തോ ഇല്ലാത്ത എനിക്കറിയത്തില്ല, ഞാൻ വിമർശിച്ചതൊന്നുമല്ല. ഹല്ലേലൂയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിലെ വിചാരവും നമ്മുടെ വാക്കുകളും കൈകളുടെ പ്രവൃത്തികളും കണ്ണിന്റെ നോട്ടവും കാതിന്റെ കേൾവിയും കാലുകളുടെ നടപ്പും ഒക്കെ നമ്മുടെ ആത്മീയ ജീവിതത്തെ നിർണ്ണയിക്കുന്നതാണ്. അതെങ്ങനെയാണ് വിശുദ്ധമുള്ളതായി നമ്മൾ സൂക്ഷിക്കണം. നമ്മുടെ തന്നെ വിശുദ്ധം. ഹല്ലേലൂയ. നമ്മുടെ വേര് വിശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. തായ്വേര് എന്നൊക്കെ, മരത്തിന്റെ തായ്വേര് കേടില്ലാതിരുന്നെങ്കിൽ മാത്രമേ ആ മരം നല്ല ഭംഗിയോടെ പച്ചപ്പോടെ തഴച്ചു വളരത്തുള്ളൂ. തായ്വേരിന് കേടുണ്ടായാൽ ആ വൃക്ഷത്തിന് കേട് സംഭവിക്കും പെട്ടെന്ന്. മനുഷ്യനും അടിസ്ഥാനമുള്ള പാറയിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നെങ്കിൽ, വചനത്തിൽ വേരൂന്നിയാണ് നമ്മൾ ചെയ്യുന്നെങ്കിൽ നമ്മൾ ഒരിക്കലും തളർന്ന് ക്ഷീണിച്ചു പോകത്തില്ല. നമ്മൾ ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്കകാലത്ത് ഫലം കായ്ക്കുന്നു ഇലവാടാത്തതുമായ വൃക്ഷം പോലെ നമ്മൾ മേൽക്കുമേൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കും. രക്തം ചെയ്യും. ദൈവാത്മാവ് അങ്ങനെയൊക്കെയാണ് നമ്മൾ ഉറപ്പിക്കുന്നത്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മൾ എന്തൊക്കെ ചെയ്താൽ നിങ്ങൾ ചെയ്യുന്നതൊക്കെയും കർത്താവിന് എന്തുപോലെ ചെയ്യുമെന്നാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്നത്. ഒരു ലേഖനത്തിൽ കാണുന്നുണ്ടല്ലോ. അപ്പം വചനം പറയുന്നത് അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെയാകുന്നു. നമ്മുടെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് മറ്റുള്ളവർക്ക് ദോഷമാകരുത്. അവൻ തിന്നു കുടിച്ചു കൊള്ളുക എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അവന്റെ ഹൃദയം നമ്മൾ അറിയണം. അവന്റെ ഹൃദയം നമ്മൾ അറിഞ്ഞ് അവന്റെ ഹൃദയത്തിൽ എന്തെങ്കിലും ഒരു വിദ്വേഷം ഉണ്ട്, നമുക്ക് സങ്കടമല്ലേ? അതായത് നമുക്ക് സങ്കടമാണ്. ഒത്തിരി അനുഭവങ്ങളുണ്ട് കേട്ടോ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാനൊരു ബൈബിൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് വളരെ ദാരിദ്ര്യം, പട്ടിണിയാ. ആകപ്പാട് ഒരു പാന്റും ഷർട്ടും ഒക്കെ ഉള്ളത്. ഹല്ലേലൂയ. സോപ്പ് പോലും മേടിക്കാൻ പൈസയില്ല. ഇത്ര കഷ്ടപ്പെട്ട് എന്നെപ്പോലെ പഠിക്കുന്നവർക്കൊക്കെ മണി ഓർഡർ വരാനുണ്ട്. എനിക്ക് മണി ഓർഡർ ഒന്നും വരാനില്ല. കാരണം ഞാനൊരു ക്രിമിനൽ പശ്ചാത്തലത്തിൽ വിശ്വാസിക്കുന്ന ആളാണ്. എന്നെ ആരും കൈത്താങ്ങില്ല. എന്നെ കോളേജിൽ കൊണ്ട് വിട്ടവർ പോലും എന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ വളരെ വിശന്നിട്ടുണ്ട്. പട്ടിണി കോളേജിന്റെ ആഹാരമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ തികഞ്ഞെന്ന് വരത്തില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാളെ വിളിച്ച് പിന്നെ ഞാനൊരു കല്യാണം കഴിച്ച് വന്നു പോകാൻ തുടങ്ങി. ഹല്ലേലൂയ. ആ സമയത്ത് ഒരു സഹോദരനോട് ചോദിച്ചു, നീ തിന്നാൻ വേണ്ടി വരുന്നതല്ലേ എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. തിന്നാൻ വേണ്ടി വരുന്നതല്ലേ ചോദിച്ചു. വളരെ സങ്കടമൊക്കെ ഉണ്ടായി. ഞാൻ രാവിലെ വീട്ടിൽ നിന്ന് ഞാനും എൻ്റെ വൈഫും കൂടെ വൈഫ് ചെറിയൊരു ജോലി ഉണ്ടായിരുന്നു പോകും. ഞാൻ കോളേജിലേക്ക് വരുന്ന സമയത്ത് രാവിലെ ഈ ആഹാരം ഉണ്ടാക്കി കഴിക്കും. ഒന്നും കാണത്തില്ല. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ അവിടെ ജോലി സ്ഥലത്ത് കഴിക്കും, ഞാൻ ഈ കോളേജിൽ കഴിക്കാം. അങ്ങനെ ഒരു സഹോദരൻ ചോദിച്ചതാണ്,
വളരെ വേദനിപ്പിച്ചു. അപ്പൊ അവൻ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. അവന് നേരത്തെ കണക്ക് കൂട്ടി വെച്ചിരിക്കുന്നു, ഇവനിട്ടൊരു പണി കൊടുക്കണം. ലെലിയ ഞാൻ വന്നയുടനെ ആഹാരമൊക്കെ വിളമ്പി തന്നവൻ ലെലിയ. അപ്പം അവൻ തിന്നു കുടിച്ചുകൊള്ളുക എന്ന് അവൻ എന്നോട് പറഞ്ഞു. പക്ഷെ അവന്റെ ഹൃദയം കഠിനമായിരുന്നു. അതുകൊണ്ട് അവൻ ചോദിച്ചത് തിന്നാൻ വന്നതല്ലേ എന്ന്. ജീവിതത്തിൽ ഒരു അനുഭവം കേട്ടോ. ഒരുപക്ഷെ ഈ സഹോദരൻ ഈ മെസ്സേജ് കേൾക്കുന്നവരാ, നിങ്ങളോടുള്ള ദൂത. നിങ്ങൾ ആരോട് പറയരുത്. നിങ്ങൾ എന്നോട് പറഞ്ഞ ഇന്ന് ഓർത്ത് വെച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്റെ ഹൃദയത്തെ അന്ന് വേദനിപ്പിച്ചതാണ്. അല്ലേരി സ്തോത്രം. ഞാൻ ആരോടും അത് പറയുന്നില്ല. ഒരു യാചകൻ എന്റെ മുമ്പിൽ വന്നാൽ പോലും ഞാൻ അവനെ തഴഞ്ഞു വിടത്തില്ല. എന്റെ ഉണ്ട ഞാൻ കൊടുക്കും കേട്ടോ. എന്റെ ഏരിയ ഇവിടെ നമ്മളെപ്പോഴും നമ്മൾ വചനത്തിൽ വേരൂന്നി വിശുദ്ധ ജീവിതം നയിക്കുന്നവരാണെങ്കിൽ മാത്രമേ നമ്മുടെ കൊമ്പുകളൊക്കെ വിശുദ്ധിയുള്ളതായി തീരുകയുള്ളൂ. അല്ലേലിയ നമ്മൾ വചനത്തിൽ വേരൂന്നി വിശുദ്ധമായി ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമ്മുടെ കൊമ്പുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതെല്ലാം ഓരോ നല്ല കൊമ്പുകളാണ്. വൃക്ഷത്തിന് ഫലം കൊമ്പുകൾ പുറപ്പെടുന്ന പോലെ നമ്മളിൽ നിന്ന് ഓരോ നന്മകൾ പോകുമ്പോൾ ഓരോ കൊമ്പുകളായിട്ട് മാറുന്നുവെന്നാണ് ഞാൻ പുസ്തകത്തിൽ വായിച്ച്. ആ കൊമ്പുകളൊക്കെ നന്നായിട്ട് ഫലം കായ്ക്കുകയുള്ളൂ. കൊമ്പുകൾ വിശുദ്ധി ഉള്ളതായിരുന്നാൽ മാത്രമേ ഫലങ്ങളും വിശുദ്ധികളായി തീരുള്ളൂ. അപ്പം കൊമ്പുകൾ വിശുദ്ധി ഉള്ളതാണെങ്കിൽ മാത്രമേ ആ കൊമ്പുകളിൽ നിന്ന് ഫലവും വിശുദ്ധിയാവുള്ളൂ. ഒരു വൃക്ഷത്തിന്റെ കൊമ്പ് ഉണങ്ങി നിന്നാൽ ആ വൃക്ഷത്തിന്റെ കൊമ്പുകളിലെ ഫലം ഫലം രുചി ഉണ്ടാകത്തില്ല. ആ വൃക്ഷത്തിന്റെ കൊമ്പ് വാടുന്നതനുസരിച്ച് ആ വൃക്ഷത്തിന്റെ ആ കൊമ്പുകളിലെ ഫലവും പാടും, രുചി നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന നന്മ പ്രവൃത്തികൾക്കകത്തൊക്കെ വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്തം ചെയ്യണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രശ്നിക്കുന്നതിന് നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളിൽ നിന്നാകുന്ന നിങ്ങളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്, നിങ്ങളുടെ ഹൃദയ വിചാരങ്ങളിൽ നിന്നാകുന്ന നിങ്ങളുടെ വാക്കുകൾ പുറത്തേക്ക് വരുന്ന നിങ്ങളുടെ ഹൃദയ വിചാരത്തിനായി നിങ്ങളുടെ കൈകളുടെ പ്രവൃത്തി പുറത്തേക്ക് വരുന്ന നിങ്ങളുടെ ഹൃദയ വിചാരത്തിൽ നിന്നാകുന്നു. നിങ്ങളുടെ കണ്ണുകളിലെ പ്രവൃത്തി നടക്കുന്നത് നിങ്ങളുടെ ഹൃദയ വിചാരത്തിൽ നിന്നാകുന്ന നിങ്ങളുടെ കാതുകൾ കൊണ്ട് കേൾക്കുന്നത്, നിങ്ങളുടെ ഹൃദയ വിചാരത്തിൽ നിന്നാകുന്ന നിങ്ങളുടെ കാലുകൾ കൊണ്ട് നിങ്ങൾ എങ്ങനെ നടക്കുമെന്ന് തീരുമാനിക്കുന്നതെല്ലാം നിങ്ങളുടെ ഹൃദയത്തിനകത്തെ വിചാരമാണ്. ഹൃദയം നന്നായിട്ട് വെടിപ്പായി സൂക്ഷിക്കണം. അതുകൊണ്ടാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത്, ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണുമെന്ന് പറയുന്നത്. അതായത് ഹൃദയത്തെയാണ് ദൈവം നോക്കുന്നത്. നമ്മുടെ അന്തർഭാഗത്ത് സത്യമുണ്ടോ, അന്തർഭാഗത്ത് വിശുദ്ധിയുണ്ടോ എന്ന് കർത്താവ് നമ്മെ സൂക്ഷ്മ പരിശോധന നടത്തുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാപിതാവേ, അവിടെ ലേശം പോലും അശുദ്ധി കാണാൻ പാടില്ല. ഇത് വചനത്തിലൂടെ നമ്മൾ പഠിച്ചാൽ മതി കേട്ടോ. അല്ലേലിയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ വിശുദ്ധി കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് അനുകൂലമായി പ്രവൃത്തിയായി തീരത്തുള്ളൂ. അല്ലേലിയ. ഹൃദയത്തിനകത്ത് വിശുദ്ധി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന നന്മയായാലും അവരോട് പറയുന്ന വാക്കുകളായി തീർന്നാലും അത് നല്ല പ്രവൃത്തിയായി മാറിയുള്ളൂ. പ്രൈസലോട്. അല്ലേലിയ. സ്തോത്രം. നമ്മൾ പള്ളി സ്തോത്ര കാഴ്ച ഇടുമ്പോൾ ഏറ്റവും കുറഞ്ഞ 2 രൂപ 5 രൂപ എന്നിടുന്നവരുണ്ട്. അതിടാൻ പാടില്ല. 10 രൂപ ഒക്കെ ഇടുന്നവരുണ്ട്. അത് കീറിയത് ഇടുന്നവരുണ്ട് ഒത്തിരി പേര്. അല്ലേലിയ. ഒരിക്കൽ ഞാൻ സ്തോത്ര കാഴ്ച എല്ലാം കൂടെ പിറക്കി എണ്ണി കഴിയുമ്പോൾ അവസാനം പറയും 10ന്റെ നോട്ടുകളൊക്കെ കീറിയത് വരും. കടയിലും കൊടുത്തെടുക്കത്തില്ല. ആദ്യമൊക്കെ പെട്രോൾ പമ്പിൽ എടുക്കുക, പിന്നെ പെട്രോൾ പമ്പിൽ എടുക്കാതായി, പിന്നെ പ്ലാസ്റ്റിക് ഒട്ടിച്ച് പല പ്രാവശ്യം കൊണ്ട് കൊടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവരൊക്കെ തിരിച്ചു ചെയ്യും. പിന്നെ അത് കൊണ്ട് കൂട്ടി വെക്കാൻ തുടങ്ങി. അവസാനം ഞാൻ ഒരു സ്ഥലത്ത് നിൽക്കുമ്പം ഇങ്ങനെ ഒരാളുടെ ഇതുപോലെ നോട്ടിരിക്കുന്നു. അത് ഞാൻ ചോദിച്ചത് നിങ്ങളിത് എന്ത് ചെയ്യും? അത് വല്ലപ്പോഴും ആൾക്കാരൊക്കെ ഇങ്ങനെ വരും, അന്ന് കൊടുക്കാമെന്നുണ്ട് വെച്ചിരിക്കാൻ. ഞാൻ പറഞ്ഞു എൻ്റെ കുറച്ചിട്ട് ഞാനും കൊണ്ടുതരാം. ഞാൻ അദ്ദേഹത്തോടെ കൊടുത്തു കേട്ടോ. പിന്നെ തിരിച്ചു ചോദിക്കാനൊന്നും പോയില്ല. എന്തിനാണ് ചോദിക്കാൻ പോകുന്നത്? നമുക്ക് പ്രയോജനപ്പെടാത്തത് മറ്റൊരാൾ ചോദിച്ചത് പിന്നെ അദ്ദേഹത്തെ പ്രയോജനപ്പെടുത്താൻ ആദ്യം എനിക്ക് വേണമെന്ന് പറയാൻ നമ്മുടെ ഹൃദയവിചാരം സൂക്ഷിക്കണം. അദ്ദേഹം കൊണ്ടുപോട്ടമേ. അതുകൊണ്ട് നിങ്ങൾ പള്ളിയിൽ സ്തോത്ര കാഴ്ച ഇടുമ്പോഴേ നല്ലത് മാത്രം ഇടണം. ലേവ്യപുസ്തകം പറയും ഊനമില്ലാത്തത് എന്ന് പറഞ്ഞാൽ കീറിയതും മുറിഞ്ഞതും ചത്തതും പൊട്ടിയതിനും ഒടിഞ്ഞതിനും ചതഞ്ഞതിനും ഒന്നും യാഗം കഴിക്കാൻ കൊണ്ടുവരരുതെന്ന് ലേവ്യപുസ്തകത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്. ഊനമില്ലാത്ത എന്ന് പറഞ്ഞാൽ നിങ്ങൾ സഭയ്ക്കകത്ത് എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ നല്ലത് തന്നെ ചെയ്യണം. ലേവ്യ സ്തോത്രം. മാനസാന്തരപ്പെടാണ്ട് പക്ഷേ നിങ്ങളുടെ നന്മകളൊക്കെ ഇന്ന് മുടങ്ങിപ്പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിന്റെ ഹൃദയവിചാരത്തിൽ സംഭവിക്കുന്ന പാപമാണ് നിന്റെ നന്മകൾ മുടങ്ങുന്നത്. ഈശ്വരോ. ഒരാൾക്ക് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ സമാധാനത്തോടെ ചെയ്യണം. അല്ലേലിയ. ഞാന് ഒരു വ്യക്തിയുടെ സ്ഥലം വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട്
അല്ലെങ്കിൽ ഒരു 10.25 ഏക്കർ സ്ഥലം വിൽക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് മീറ്റിംഗ് ഞാനും എൻ്റെ ഭാര്യയും കൂടെ പോയി നടത്തി കേട്ടോ. കയറിക്കിടക്കാൻ സ്ഥലമില്ലാത്ത അല്ലെങ്കിൽ അനുഭൂതി ദൈവമക്കൾ അവിടെ വന്നിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിച്ചു. അപ്പൊ അവരോടൊക്കെ പറഞ്ഞത് ഇത് വിൽക്കുമ്പോൾ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ചെയ്യുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറഞ്ഞേ. എൻ്റെ വൈഫ് അവരോട് പറഞ്ഞു. അങ്ങനെ സംസാരിച്ചിരുന്നേ. ഒരുപാട് ദൈവദാസന്മാരെ ആ സ്ഥലത്ത് കൊണ്ടുപോയി പ്രാർത്ഥിപ്പിക്കുകയൊക്കെ ചെയ്തു. അല്ലേ ഞാൻ ഒരുപാട് വാണ്ടി ഓടി അങ്ങോട്ട്. ഇതിൻ്റെ എല്ലാം അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചെയ്തു. അവസാനം അവര് ആ സ്ഥലം വിറ്റ് ആരോടും പറയാതെ പോയി. എങ്ങനെയുണ്ട്? നല്ല നല്ല സ്വഭാവമല്ലേ? ആരോടും പറഞ്ഞില്ല. അവസാനം അതെല്ലാം വിറ്റ് അവർ വിദേശത്ത് നിന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഞാനത് ചാരിറ്റി വർക്ക് കൊടുത്തെന്ന് പറഞ്ഞു. ചാരിറ്റി വർക്കിന് കൊടുത്തു പറഞ്ഞാൽ പിന്നെ ആരും ചോദിക്കത്തില്ലല്ലോ. അല്ലേ? ഈ ചാരിറ്റി വർക്കിന് കൊടുത്തെന്ന് പറഞ്ഞാൽ ചാരിറ്റിക്ക് വേണ്ടി ഏറ്റെടുത്ത വ്യക്തി അത് ശരിയാണെങ്കിൽ അദ്ദേഹമാണ് ഭൂലോക തട്ടിപ്പുകാരനാണ്. ഭൂലോക തട്ടിപ്പുകാരനെ, പത്തനംതിട്ടക്കാരനാണ്. ഭയങ്കര തട്ടിപ്പിന്റെ ആശാന ചാരിറ്റിയാന്ന് പറഞ്ഞ് മേടിച്ചിരിക്കുന്നു. അത് ഈ 10.25 ഏക്കർ സ്ഥലം ആരെയും ചാരിറ്റിക്കാണ് കൊടുത്തതെന്നിന്റെ ഉടയം പറഞ്ഞെങ്കിൽ എന്താ അവിടെ മുൻകാലത്ത് നിന്ന് പ്രാർത്ഥിച്ചവർക്കൊന്നും കൊടുക്കാൻ അല്ലെ കൊടുക്കാതെ ഉള്ള കാശ് കൊണ്ട് കടക്കണമല്ലോ. അത് ചാരിറ്റിക്കാന്ന് ആരും ചോദിക്കത്തില്ലോ. അപ്പൊ ഞാൻ ചിന്തിച്ചത്, എത്രയോ ആളുകൾ കയറി കിടക്കാൻ എടുത്തുകൊണ്ട് ഭൂമിയില്ലാതെ ഒരു വീട് വെക്കാൻ സ്ഥലമില്ല, ഒരു 4 സെന്റ് വെച്ച് കൊടുത്തിരുന്നെങ്കിൽ അല്ലേലിയ അവർക്കൊക്കെ ഒരു പ്രയോജനം. പക്ഷെ അവർ ചാരിറ്റി കൊടുത്തും പറഞ്ഞ് കടക്കാൻ വഴി കടന്നു. അപ്പൊ അവിടെ ഹൃദയവിചാരങ്ങൾ അല്ലേലിയ നമ്മൾ ചിന്തിക്കണം. അത് നമ്മുടെ ഹൃദയത്തിൽ നിന്ന് വരുന്ന വിചാരങ്ങളാണ് കേട്ടോ. എന്നിട്ട് ഈ 10.25 ഏക്കർ എന്ത് ചെയ്തു? ഒരാളങ്ങ് തട്ടിയെടുത്തു. അവര് ഒരു ദൈവദാസനാണ് കേട്ടോ, ഒരു മാസം തട്ടിയെടുത്തു. ഒരു ഭയങ്കര പ്രവചനമായത്. പ്രവചനം പറഞ്ഞ് ഈ സഹോദരിയെ മയക്കി ഈ 10.25 ഏക്കർ സ്ഥലവും തട്ടിയെടുത്തു. ഞാൻ അപ്പോഴേ പറഞ്ഞത് നിങ്ങൾ തട്ടിപ്പിന് ഇരയായെന്ന് പറഞ്ഞു. കാരണം അദ്ദേഹത്തെ കുറിച്ച് അന്വേഷിക്കണം. ഞാൻ പേര് പറഞ്ഞു, ചിലർക്കൊക്കെ അറിയാമായിരിക്കും. പിന്നെ പത്തനംതിട്ടക്കാരനാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും പത്തനംതിട്ടക്കാരനാണല്ലോ, എനിക്കവിടെ കൂടുതൽ അന്വേഷിക്കാൻ കഴിയും. അല്ലേരിയ നമ്മള് സത്യസന്ധമായിട്ട് വേണം ചെയ്യാൻ. അല്ലേ? അപ്പൊ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെയാകുന്നു. ആ വ്യക്തി ആ സൗകര്യ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ തന്നെ തിന്ന് കുടിച്ചു കൊള്ളുക എന്നൊക്കെ നമ്മോട് പറഞ്ഞ് ഒക്കെ ചെയ്തെങ്കിൽ അവരുടെ ഹൃദയത്തിന്റെ ആകം എന്താ നമ്മൾ അറിഞ്ഞിരുന്നില്ല. അങ്ങനെയൊക്കെ ഒരുപാട് അബദ്ധം പറ്റും. നിങ്ങൾക്കൊക്കെ എങ്ങനെ പറ്റിയിട്ടുണ്ട്? ഞാനിതൊക്കെ പറയുമ്പോൾ അവരൊക്കെ ഒരുപക്ഷെ ഇത് കേട്ടുന്ന പശ്ചാത്താപം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്, മാനസാന്തരപ്പെടാൻ വേണ്ടിയിട്ടാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം സത്യം വിളിച്ചു പറയാന്നുള്ളത് എന്റെ സ്വഭാവമാണ്. ഒരുപക്ഷെ അതുകൊണ്ട് ഒരുപാട് ഇടർച്ചകളും ഒരുപാട് പേരിന് പിണങ്ങിയൊക്കെ. അതുകൊണ്ട് എനിക്കെന്താ കുഴപ്പം? വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുവിനെയല്ലേ നമ്മൾ പ്രസംഗിക്കേണ്ടത്. അപ്പം വഴിയും സത്യവും ജീവനുമായിരിക്കുന്ന യേശുക്രിസ്തുവിന്റെ വചനത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളും അതേ പാതയിലൂടെ നടക്കണം. അതുകൊണ്ടാണ് പറയുന്നത്, നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങളും വാക്കുകളും നമ്മുടെ കൈകളുടെ പ്രവർത്തികളും നമ്മുടെ കണ്ണിന്റെ നോട്ടവും കാതിന്റെ കേൾവിയും നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോൾ എല്ലാം വിശുദ്ധമാണെങ്കിൽ മാത്രമേ, വചനത്തിൽ വേരൂന്നി ജീവിക്കുന്നെങ്കിൽ മാത്രമേ നമ്മൾ ചെയ്യുന്ന എല്ലാ ദാനധർമ്മങ്ങളും ഓരോ കൊമ്പുകളാണ്. ആ കൊമ്പുകളിൽ കൂടെ ഫലം പുറപ്പെടുവിച്ച് അത് വിശുദ്ധിയായി മാറണമെങ്കിൽ, അത് മറ്റുള്ളവർക്ക് പ്രയോജനമായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിനകത്ത് വിശുദ്ധി ഉണ്ടായിരിക്കണം. രക്തം ചെയ്യും. ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ മനുഷ്യൻ ഏത് വിധത്തിലും ഏത് സാഹചര്യത്തിലും ആരെയും എങ്ങനെയെല്ലാം ചതിക്കാൻ, ചതിയിൽ അകപ്പെടുത്താനുള്ള ചിന്തയിലൂടെയാണ് മനുഷ്യൻ കടന്നു പോകുന്നത്. മനസ്സ് മുഴുവൻ, ഹൃദയം മുഴുവൻ കുരുട്ട് ചിന്തകളാണ്. ഹല്ലേലൂയ, സ്തോത്രം. എന്നിട്ട് അവർ സ്വയം ബാധിക്കും, ഞാൻ എന്റെ മനസ്സിൽ യാതൊരു തെറ്റുമില്ല, ഞാൻ നല്ല വിശുദ്ധൻ, എൻ്റെ മനസ്സ് അവൻ സുതാര്യമാണെന്നൊക്കെ പറയും. മനസ്സ് സുതാര്യമാണ്, ഹൃദയം സുതാര്യമാണെന്നൊക്കെ പറയുന്നവരുടെ ഹൃദയത്തിനകത്താണ് കൈപ്പക്കിയിരിക്കുന്നത്. യാക്കോബ് പറയുന്ന ഒരു വായിൽ നിന്ന് തന്നെ ശാപവും സ്തോത്രവും ശാപവും പുറപ്പെടുന്നു പറഞ്ഞ പോലെ, ഒരു ഉറവിൽ നിന്ന് തന്നെ മധുരമുള്ള വെള്ളവും കയ്പുള്ള വെള്ളവും പുറപ്പെടുന്നു പറഞ്ഞ പോലെ തന്നെ മനുഷ്യനെ നമുക്ക് തിരിച്ചറിയില്ല. രക്തം ചെയ്യും. ഹല്ലേലൂയ. അപ്പം ദൈവമക്കൾ തങ്ങളുടെ ഹൃദയ ചിന്തകളിൽ പോലും ജാഗ്രതയുള്ളവരായിരിക്കണമെന്നാണ് ദൈവവചനം പറയുന്നത്. ദൈവമക്കൾ തങ്ങളുടെ ഹൃദയ വിചാരങ്ങളിൽ പോലും ജാഗ്രതയുള്ളവരായിരിക്കണമെന്ന് വിശുദ്ധ വേദപുസ്തകം നമ്മെ വെളിപ്പെടുത്തുന്നതാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മൾ കൊരിന്ത്യർ ലേഖനമൊക്കെ വായിക്കുന്നത് 2 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 5-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പോകുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കിയെന്ന്. നമ്മളെ നിയന്ത്രിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഹല്ലേലൂയ, ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടുള്ള അനുസരണത്തിനായിട്ട് പിടിച്ചടക്കണം. ചിന്തയിൽ ഹല്ലേലൂയ പ്രാർത്ഥിക്കുന്നവർ തങ്ങളുടെ ജീവിതത്തെ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം.
നമ്മുടെ പ്രാർത്ഥിക്കും, നമ്മുടെ ചിന്തയും നമ്മുടെ മനസ്സും നമ്മുടെ ഹൃദയമൊക്കെ എന്ത് ചെയ്യണം? വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കണം. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളുടെ ചിന്തകളെ ആമേലടിയ ദൂരത്തു നിന്ന് അറിയുന്നവനാ. കർത്താവ് നമ്മുടെ ചിന്തകളെ നമ്മുടെ നിരൂപണങ്ങളെയൊക്കെ ദൂരത്തു നിന്ന് അറിയുന്നവനാ. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഇടിച്ചു കളയേണ്ടതെല്ലാം ഇടിച്ചു കളഞ്ഞിട്ട് നമ്മുടെ ഹൃദയത്തെ വിശുദ്ധിയോടെ സൂക്ഷിക്കുന്നില്ലെങ്കിൽ നാം ദൈവത്തോട് പാപം ചെയ്യും. ഹല്ലേലൂയ. വല്ല മനസ്സോടെ ചെയ്യണം. ഹല്ലേലൂയ. ഒരുവനൊരു നന്മ ചെയ്താൽ അത് തിന്മയായി മാറരുത്. ആ നന്മയ്ക്ക് വേണ്ടുന്ന ആ സന്തോഷം നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരാൾക്കൊരു 100 രൂപ കൊടുക്കുന്നെങ്കിൽ ആ 100 രൂപ കൊടുക്കുന്ന നിങ്ങളുടെ മനസ്സ് നിറഞ്ഞാൽ കൊടുക്കുന്ന, ഹൃദയം നിറഞ്ഞാൽ കൊടുക്കുന്നെങ്കിൽ മാത്രമേ അതിനകത്തൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. അല്ല ഈ 100 രൂപ കൊടുത്ത ആ വ്യക്തി ഒഴിവാക്കിയേക്കാം, എങ്ങനെയും ഒഴിവാക്കാം, പോട്ടെ ഈ ശല്യം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, അതിനകത്ത് നിങ്ങൾക്ക് സന്തോഷമില്ല, ഇരട്ടി നഷ്ടം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഹല്ലേലൂയ സ്തോത്രം. പലപ്പോഴും മനുഷ്യന്റെ ജീവിതം അങ്ങനെ. നമ്മുടെ വീട്ടിലേക്ക് കയറി വരുന്ന ഒരു യാചകനായിരുന്നാലും, അല്ലെങ്കിൽ നമ്മുടെ അയൽവാസിയായിരുന്ന ബന്ധുക്കളായിരുന്നാലും, നമ്മുടെ സഭയിലെ ദൈവദാസന്മാരായിരുന്നാലും ദൈവമക്കളായിരുന്നു വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ പറയുന്നത്, ഹല്ലേലൂയ പുള്ളി എല്ലാ മാസവും വരുമെന്നേ, എല്ലാ മാസവും വരും, എല്ലാ മാസവും പുള്ളി ഒരു പടി കൊടുക്കണം. ദൈവമക്കൾ ഒരിക്കലും പടി കൊടുക്കുന്നവരല്ല. എല്ലാ മാസവും വീട്ടിലേക്ക് ഒരു ദൈവദാസന്മാർക്ക് പടി കൊടുക്കാനുള്ള പടി ശേഖരിച്ചു വെക്കരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കൊടുത്താൽ മതി. നിങ്ങൾക്ക് മനസ്സിലെ നിങ്ങൾ കൊടുക്കണ്ട, ആരും നിങ്ങളോട് ചോദിക്കുന്നില്ലല്ലോ. അപ്പൊ അതുപോലെ എല്ലാ മാസവും വരുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും, എൻ്റെ മാസം ഈ മാസം ഒന്നുമില്ലായിരുന്നു കേട്ടോ, ഈ മാസം ഒന്നുമില്ലായിരുന്നു, ഈ മാസം എല്ലാം നഷ്ടമായ, മക്കളൊക്കെ ഒന്നും അയച്ചു തന്നിട്ടില്ല, പെൻഷൻ കിട്ടിയിട്ടില്ല, വീട്ടിലൊരു വരുമാനമില്ല, ഇനി ഇതേ ഉള്ളൂ, ഇതുകൊണ്ട് തൃപ്തിപ്പെടുക കേട്ടോ. അങ്ങനൊന്നും അല്ല കൊടുക്കേണ്ടത് കേട്ടോ. നിന്നോട് ആ ദൈവദാസൻ ചോദിച്ചില്ലല്ലോ. നിന്റെ വീട്ടിൽ വന്ന യാചകൻ നിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പം നിനക്ക് കൊണ്ടായി കൊടുത്താൽ മതി. പിന്നെ അവരോട് നിന്റെ ഇല്ലായ്മ പറയും. നിന്റെ അക്കൗണ്ടിൽ പണം ഉണ്ടായിട്ട്, നിന്റെ പേഴ്സിൽ പണം ഉണ്ടായിട്ട്, നിന്റെ അലമാരിക്കകത്ത് പൈസ ഉണ്ടായിട്ടും പിന്നെ നിന്റെ ഇല്ലായ്മ പറഞ്ഞ് നീ അല്ലെങ്കിൽ സങ്കടപ്പെടരുത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെ മനസ്സോടെ ചെയ്യണം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെ പറയുന്ന ഒരുപാട് വീടുകളെ എനിക്കറിയാം. ഹല്ലേലൂയ. നമ്മളെല്ലാം കർത്താവിനെന്ന പോലെ പ്രയോഗിച്ചു. അപ്പൊ നമ്മുടെ ഹൃദയ നിരൂപണങ്ങൾ പോലും ദൂരത്തുനിന്നറിയുന്നവന്. അത് യേശു ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു. നമ്മൾ മത്തായിയുടെ സുവിശേഷം 9-ാം അധ്യായം 4-ാം വാക്യം വായിക്കുന്നുണ്ട്. യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്ത്? നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറയുന്നതോ എഴുന്നേറ്റ് നടക്ക എന്ന് പറയുന്നതോ ഏതാകുന്നു എളുപ്പം എന്ന് ചോദിച്ചു. ഹല്ലേലൂയ. യേശു തന്റെ മുമ്പിൽ നിൽക്കുന്ന യഹൂദന്മാരോട് ചോദിച്ചത്. ഇതിന്റെ ചരിത്ര പശ്ചാത്തലം മത്തായി സുവിശേഷം 9-ാം അധ്യായം 1 തൊട്ടുള്ള വാക്യങ്ങളാണ്. അവൻ പടകിൽ കയറി ഇക്കരയ്ക്ക് കടന്നു സ്വന്തം പട്ടണത്തിലെത്തി. അവിടെ ചിലർ കിടക്കമേൽ കിടക്കുന്ന ഒരു പക്ഷപാതക്കാരനെ അവന്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവരുടെ വിശ്വാസം കണ്ടിട്ട് പക്ഷപാതക്കാരനോട്, മകനെ ധൈര്യമായിരിക്കുക, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്നാൽ ശാസ്ത്രിമാരിൽ ചിലർ ഇവൻ ദൈവദൂഷണം പറയുന്നു എന്നുള്ളം കൊണ്ട് പറഞ്ഞു. യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന പക്ഷപാതക്കാരനെ സൗഖ്യമാക്കുന്നുള്ള യേശു ക്രിസ്തുവിന്റെ ദൗത്യമാണ്. അപ്പം പക്ഷപാതക്കാരനെ കൊണ്ടുവന്നവരുടെ വിശ്വാസം കണ്ടിട്ട് ആ പക്ഷപാതക്കാരനെ സൗഖ്യമാക്കി കഴിയുമ്പം ശാസ്ത്രിമാർ ഹല്ലേലൂയ സാക്ഷി പറയുക ഉള്ളം കൊണ്ട് ഹല്ലേലൂയ അതിനെ നിരസിക്കുക. ഹല്ലേലൂയ. അവൻ ദൈവദൂഷണം പറയുന്നു, എഴുന്നേറ്റ് നടക്കാൻ എന്ന് പറയുന്നത് ദൈവദൂഷണമെന്നാണ്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് യേശു പറഞ്ഞു, യേശു അവരുടെ നിരൂപണം ഗ്രഹിച്ചു. നിങ്ങൾ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കുന്നത് എന്താ? എന്നെ കേൾക്കുന്ന മാതാവ്, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണം പോലും ദൂരത്ത് നിന്ന് അറിയുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് നീ ഇന്ന് വരെ ചെയ്തു കൂട്ടിയ സകല ഹൃദയ നിരൂപണ പാപചിന്തകളും നീ ഏറ്റുപറയുന്നില്ലെങ്കിൽ നിത്യത നിനക്ക് നഷ്ടപ്പെടും. ഹല്ലേലൂയ. നിത്യ നഷ്ടപ്പെടുന്നേ. നിങ്ങൾ അതിനൊക്കെ എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചു കൊണ്ടെന്നാൽ നിന്റെ ഹൃദയത്തിനകത്ത് കയ്പും പകയും വിദ്വേഷവും ഒക്കെ വെച്ചുകൊണ്ട് മറ്റുള്ളവർ ക്ഷമിക്കാൻ കഴിയാതെ, മറ്റുള്ളവരോട് സഹതാപം കാണിക്കാൻ കഴിയാതെ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കഴിയാതെ, നിന്റെ ഹൃദയത്തിനകത്ത് ഇതുപോലുള്ള ദൈവത്തിനും ദൈവവചനത്തിനും വിരുദ്ധമായി സംസാരിച്ചും പ്രവർത്തിച്ചും കൊണ്ട് നീ പോയാൽ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയില്ല. ഇവിടെ വെച്ച് നമ്മുടെ സ്വഭാവ രൂപീകരണം നടത്തണം, സ്വഭാവ ശുദ്ധീകരണം നടത്തണം. സുവിശേഷം എന്ന് പറയുന്നത് നിന്റെ സ്വഭാവത്തിന്റെ ശുദ്ധീകരണം വരുത്തുന്നതാണ്, നിന്റെ ജീവിതത്തിന്റെ ശുദ്ധീകരണം വരുത്തുന്നത്, നിന്റെ മനസ്സിന്റെ ശുദ്ധീകരണം വരുത്തുന്നതാണ്, നിന്റെ ഹൃദയത്തിന്റെ ശുദ്ധീകരണം വരുത്തുന്നതാണ് സുവിശേഷം എന്ന് പറയുന്നത്.
സുവിശേഷം എന്ന മതപരിവർത്തനമെന്ന് ആൾക്കാർ പറയുന്നത്. മതപരിവർത്തനം നിന്നെ സ്വഭാവ ശുദ്ധീകരണത്തിലൂടെ വീണ്ടെടുത്ത് നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി കഴിഞ്ഞ കാല ജീവിതത്തിലെ തെറ്റുകുറ്റങ്ങളെയൊക്കെ നീ കർത്താവോട് ഏറ്റുപറയുമ്പോൾ നിന്റെ ഹൃദയത്തെ യേശുവിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് നിന്റെ ഹൃദയത്തിലെ ദുർമനസാക്ഷി നീങ്ങി ക്രിസ്തുവിന്റെ രക്തത്താൽ തളിക്കപ്പെട്ടവരായി ശുദ്ധ വെള്ളത്താൽ, ശുദ്ധിയുള്ള വെള്ളത്താൽ അല്ലെങ്കിൽ നിന്റെ ശരീരം കഴുകപ്പെട്ടവരായിട്ട് പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവത്തെങ്കിലേക്ക് വരണമെന്നൊക്കെയാണ് നമ്മൾ എബ്രായലേഖനം 10:22 തൊട്ട് വായിച്ചു നോക്കണം കേട്ടോ. ഞാൻ ഈ പറഞ്ഞ ഭാഗത്തിന്റെ വചനം ഇവിടെ കിടപ്പുണ്ട്. അല്ലേരിയ. അപ്പൊ നമ്മുടെ ഹൃദയത്തിന്റെ എന്താകത്തുണ്ട്? ദുർമനസാക്ഷിയുണ്ട്. അത് നീങ്ങണമെങ്കിൽ ക്രിസ്തുവിന്റെ രക്തത്താൽ നമ്മൾ കഴുകണം. നമ്മുടെ ശരീരത്തിന്റെ അഴുക്കുകൾ വചനമെന്ന ജലസ്നാനത്താൽ ലേലിയ നമ്മൾ അല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ സ്നാനപ്പെട്ട് ജലത്തിൽ സ്നാനപ്പെട്ട് നമ്മൾ ശുദ്ധീകരണം പ്രാപിച്ച് പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുന്നവന് മാത്രമേ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ കഴിയുള്ളൂ. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഈ സദൃശവാക്യക്കാരൻ പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാം കയ്പും പകയും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകും. സ്തോത്രം. നമ്മളെല്ലാം നിത്യതയിൽ എത്താൻ വേണ്ടിയാണ് ജീവിക്കുന്നതാണ് ഞാൻ ചിന്തിക്കുന്നത്. ആരും നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. അത് ഏത് മതക്കാരനായിരുന്നാലും, ഇവിടുത്തെ ഹൈന്ദവനായിരുന്നാലും, ഇവിടുത്തെ ഇസ്ലാം ആയിരുന്നാലും, ഇവിടുത്തെ ക്രിസ്ത്യാനി ആയിരുന്നാലും, ഇവിടുത്തെ പെന്തക്കോസുകാരനായിരുന്നാലും, ബുദ്ധമതക്കാരനായിരുന്നു, ജൈനമതക്കാരനായിരുന്നാലും, ഇനി ഏത് മതക്കാരനായിരുന്നാലും അവരെല്ലാം ദൈവരാജ്യത്തിൽ സ്വർഗത്തിൽ പോകാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരാണ്. നരകത്തിലേക്ക്, നരകപാതാളത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കുന്നില്ല. ഹല്ലേലൂയ. പാതാളത്തിലേക്ക് പോകാൻ ആരും ആഗ്രഹിക്കാത്തത് കൊണ്ട് എല്ലാവരും ദൈവരാജ്യത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ ഈ ഭൂമി നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി ഹൃദയത്തിന്റെ ദുർമനസാക്ഷിയൊക്കെ നീക്കിയിട്ട് അല്ലെങ്കിൽ പരമാർത്ഥ ഹൃദയമുള്ളവരായി നാം ക്രിസ്തുവിനോട് ഏകീഭവിക്കണം. ക്രിസ്തുവിന്റെ പാപമുള്ളവരായി മാറണം. രക്തം ചെയ്യണം. അല്ലെങ്കിൽ ഇതെല്ലാം നമ്മൾ ഈ ഭൂമി വെച്ച് ചെയ്യേണ്ടതാണ്. അല്ലേലിയ. അപ്പൊ ഇവിടെ യേശു പറഞ്ഞു അതുപോലെ തന്നെ നോഹയുടെ കാലഘട്ടത്തെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഹല്ലേലൂയ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നത്, ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം കാണുന്നത്, ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം, ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളത് എത്രയെന്നും യഹോവ കണ്ടു. നോഹയുടെ കാലഘട്ടത്തിൽ ഭൂമിയിലെ ജനം മുഴുവൻ ദുഷ്ടത കൊണ്ടും ഹൃദയ നിരൂപണങ്ങൾ മുഴുവൻ ദോഷം കൊണ്ട് നിറയപ്പെട്ടു. നോഹ എന്ന മനുഷ്യനെ അല്ലെങ്കിൽ ദൈവം വേർതിരിച്ച് സുവിശേഷം നോഹയിലൂടെ പറയിപ്പിച്ചിട്ടു ആ കാലത്ത് അല്ലെങ്കിൽ അന്നത്തെ ജനം അനുസരിച്ചില്ല. അതനുസരിക്കാത്തത് കൊണ്ട് എന്ത് ചെയ്തു? പുരാതന കാലത്തെ വീരന്മാർ, കീർത്തിപ്പെട്ട പുരുഷന്മാർ തന്നെ ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങൾ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളവർ കണ്ടു. ഹല്ലേലൂയ. അതുകൊണ്ട് എന്ത് ചെയ്തു? മനുഷ്യനെ ഉണ്ടാക്കൊണ്ട് ദൈവം ഹല്ലേലൂയ അനുദപിച്ചു. അല്ലെ ദൈവത്തിന്റെ ഹൃദയത്തില് ഹല്ലേലൂയ സ്തോത്രം ഹൃദയത്തിനകത്ത് വേദന. ആ ജനത്തെ ദൈവം പ്രയത്താൻ മുക്കിക്കളഞ്ഞു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ന്യായവിധി എന്തോ അന്നത്തെ കാലത്തും അല്ലെങ്കിൽ പുരാതന കാലത്തെ വീരന്മാരും കീർത്തി കെട്ടപ്പെട്ടവരും ഒക്കെ വീരന്മാരും കീർത്തി കെട്ടപ്പെട്ടവരും ഒക്കെ അവരുടെ ഹൃദയത്തിന്റെ രൂപണങ്ങളും ചിന്തകളും ഒക്കെ ദൈവത്തിന് ഇഷ്ടമല്ലാത്തതാണ്. എന്റെ വചനം പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം, പറയുന്ന നിരൂപണങ്ങൾ എല്ലായ്പ്പോഴും ദോഷമുള്ളത് തന്നെ യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കിക്കൊണ്ട് യഹോവ ദുഃഖിച്ചു. അത് അവന്റെ ഹൃദയത്തെ വേദനയായി. ഞാൻ സൃഷ്ടിച്ചുള്ള മനുഷ്യനെ ഭൂമിയിൽ നിന്ന് നശിപ്പിച്ചു കളയും, അല്ലെങ്കിൽ മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കിക്കൊണ്ട് ഞാൻ അനുദപിക്കുന്നു എന്ന് യഹോവ അരുളിച്ചെയ്തു. ഹല്ലേലൂയ. സകല ജനത്തെയും പ്രളയത്താൽ മുക്കിക്കൊന്ന നോഹയ്ക്ക് മാത്രം ദൈവത്തിന്റെ കൃപ ലഭിച്ചു. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണം ദൂരത്തുനിന്ന് ഗ്രഹിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാനും നിങ്ങളും ചെയ്യുന്ന സകല പ്രവൃത്തികളും നന്നായി മനസ്സിലാക്കുന്നവനുണ്ട്. ന്യായം വിധിക്കുന്ന ഒരു ദൈവമുണ്ട്. ന്യായവിധിയിൽ ഞാനും നിങ്ങളും വീണ് നമ്മൾ സ്വർഗരാജ്യം കാത്തിരിക്കുന്ന ഞാനും നിങ്ങളും പാതാള നഗരത്തിലേക്ക് പോകരുത്, പാതാളത്തിലേക്ക് പോകരുത്, നരകക്കടലിലേക്ക് തീയും ഗന്ധവും കത്തുന്ന തീപ്പൊയ്യിലേക്ക് നീ പോകരുത്. ഹല്ലേലൂയ. അവിടെ നിനക്കൊരിക്കലും സ്വസ്ഥതയില്ല, അവിടെ നിനക്കൊരിക്കലും സമാധാനമില്ല.
കെടാത്ത തീയും ചാകാത്ത പുഴുവും സകല ദുഷ്ടന്മാരും ഉള്ള സ്ഥലത്തേക്ക് നീ പോയി നിന്റെ നിത്യത, കോടാനു കോടി വർഷം നിത്യത നീ നരകയാതന അനുഭവിക്കും. ഹല്ലേലൂയ. അതിനു വേണ്ടിയിട്ടാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിന് രൂപണങ്ങളെ ദൂരത്തുനിന്ന് ഗ്രഹിച്ചിട്ട് കർത്താവ് പറഞ്ഞത്, ഹൃദയത്തിലെ ദുർബലസാക്ഷി നീക്കി അവന്റെ രക്തം കൊണ്ട് ഹൃദയത്തെ തളിച്ച് വെടിപ്പാക്കി ശുദ്ധീകരിച്ച് ജലത്തിൽ സ്നാനപ്പെട്ട് പരമാർത്ഥ ഹൃദയത്തോടെ നാം ദൈവത്തിലേക്ക് വരണമെന്ന്. ഹല്ലേലൂയ. സഭായോഗത്തെ ചിലർ ചെയ്യുന്ന പോലെ സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിക്കാതെ, ചിലർക്ക് സഭായോഗത്തെ ഉപേക്ഷയായി വിചാരിച്ച് അന്ന് ടൂർ പോകുന്നേ. ഒരിക്കലും സഹോദരി എന്റെ സഭയിൽ പറഞ്ഞു, ഞങ്ങൾ കഴിഞ്ഞ ഞായറാഴ്ച വരാഞ്ഞത് എന്താണെന്നറിയോ പാസ്റ്ററെ? എനിക്ക് വലിയ അറിയേണ്ട കാര്യം, കാരണം അവരുടെ സ്വഭാവം എനിക്കറിയാം. ഞങ്ങൾ അന്ന് ഞായറാഴ്ച രാവിലെ ഞങ്ങൾ എല്ലാവരും കൂടെ ടൂർ പോയി. ഞായറാഴ്ച രാവിലെ പോയാലേ അവിടെ വരെ ഉച്ച കഴിഞ്ഞ് പോകാമെന്ന് വെച്ചാൽ 4 മണി കഴിയുമ്പോൾ അടയ്ക്കും. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ പോയി. അല്ലെങ്കിൽ ഞാനും ഒന്നും പറഞ്ഞ എൻ്റെ സഭയിലെ വിശ്വാസികൾ കേട്ടിട്ട് എന്നെ എന്നെ നോക്കി. ഞാനതിന് തിരിച്ച് മറുപടി ഒന്നും പറയാൻ പറ്റില്ല. പിറ്റേ ആഴ്ചയിൽ ആ കുടുംബത്തിനകത്ത് കണ്ണുനീരിന്റെ അനുഭവമായിരുന്നു. നിലവിളി, പ്രശ്നങ്ങൾ അങ്ങ് വർദ്ധിച്ചു. എന്നെ വിളിച്ച് പ്രാർത്ഥിക്കാൻ. നമ്മൾ പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? നമ്മൾ പാസ്സായി പോയില്ലേ? ഞാൻ ചെന്ന് പ്രാർത്ഥിച്ചോട് പറഞ്ഞു, നിങ്ങൾ ദൈവസഭയിൽ വന്ന് നിങ്ങളുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങൾ, പാപചിന്തകൾ, ദുഷ്ടതകളല്ല സഭയ്ക്കകത്ത് സാക്ഷ്യം പറയേണ്ടത്. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ചില ചെയ്യുന്ന പോലെ നിങ്ങൾ സമായോഗത്തെ ഉപേക്ഷിച്ച് നിങ്ങൾ ടൂറ് പോയത് നിങ്ങളുടെ ഇഷ്ടം, ദൈവത്തിന്റെ ഇഷ്ടമല്ല. അത് ദൈവത്തോട് ചെയ്ത പാപമാണ്. അതിന്റെ ദോഷവസ്തുക്കളെല്ലാം നിന്റെ ജീവിതത്തിൽ വരും. നോഹയുടെ കാലത്തുന്ന പോലെ പ്രളയം അല്ലെങ്കിൽ വന്നതുപോലെ ഈ കാലം പ്രളയമല്ലെങ്കിലും അതിന് തക്ക പ്രവൃത്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടും. ലേലിയ. ഈ ചിലരോടൊക്കെ എത്ര വചനം പറഞ്ഞാലും ഒരു പ്രയോജനമില്ല. ഈ നായുടെ വാല്, അല്ലെ പണ്ട് പഴമക്കാരുടെ നായുടെ വാല് 12 വർഷം കൊള്ളിട്ട് ചൂരിയെടുത്താലും നായുടെ വാല് വളഞ്ഞു തന്നെ ഇരിക്കുമെന്ന പഴമക്കാര്. നമുക്കത് കണ്ടാലും മനസ്സിലാകും അല്ലേ എന്ന് പറഞ്ഞ് ചിലരോടൊക്കെ വചനം എത്ര സംസാരിച്ചാലും, വചനം എത്രമാത്രം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താലും അവർക്കത് ചെവിയിലേക്ക്, ഹൃദയത്തിലേക്ക് കയറത്തില്ല. അവര് പഴയ രീതി തന്നെയാണ്. ഹല്ലേലൂയ. ഞങ്ങളിങ്ങനെ പോവുകയുള്ളൂ, ഞങ്ങളിങ്ങനെ നടക്കുള്ളൂ, ഞങ്ങൾക്കിങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് പഴമക്കാർ പറഞ്ഞ് വീട്ടിൽ ഒന്ന് പറയാം, അടിച്ചതിലെ പോയില്ലേ പോട്ടെന്നാണ്. ഹല്ലേലൂയ. അടിച്ചതിലെ പോവുകയാണെങ്കിൽ നേരായ പാതിലെത്താം. അല്ല, പോയ വഴിയെ പോയാൽ അത് ദുരന്തമായി മാറും. ചിലതൊക്കെ കർത്താവ് നമുക്ക് കണ്ണടയ്ക്കുമെന്ന് എനിക്ക് തോന്നുന്നേ. കർത്താവ് നമുക്ക് വീട്ടിലെല്ലാം മുൻകരുതൽ തരും. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സഹോദരന്റെ 2 വീലർ ബൈക്കിന്റെ, ഹല്ലേലൂയ, സ്കൂട്ടറിന്റെ 2 ടയറും, ഹല്ലേലൂയ, ബ്രേക്ക് ജാമായി. എൻ്റെ ബ്രേക്ക് ഷോ മാറിയാൽ മതി. വർക്ക്ഷോപ്പുകാരോട് പറഞ്ഞ വർക്ക്ഷോപ്പ് ഇന്നിട്ട് ഓടിക്കരുത്. ഓടിച്ചാൽ അത് അപകടമാണ്. വണ്ടി പെട്ടെന്ന് പിടിച്ചു നിൽക്കും, എവിടെയെങ്കിലും മറിഞ്ഞു വീഴും, അപകടം ഉണ്ടാകും. പറഞ്ഞാൽ സമ്മതിക്കത്തില്ല. എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് മാറുക, അതുകൊണ്ട് ഓടിക്കരുത്. അനുസരിച്ചില്ല, അഹങ്കാരം. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ആ വണ്ടി എടുത്തുകൊണ്ട് ഓടി വരുന്ന വഴിക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്തു. കിടക്കുന്ന താഴെ കൈയുടെ ഷോളർ ഇടിച്ച് വീണ്. ഹല്ലേലൂയ. നമുക്ക് ദൈവം ചില മുന്നറിയിപ്പ് തരുമ്പോഴേ, മുന്നറിയിപ്പിനെ അവഗണിച്ചു പോകരുത്. ഹല്ലേലൂയ. റോഡിൽ കൂടെ വാഹനം ഓടിക്കുമ്പോൾ ആ റോഡിന്റെ സ്ഥിതിഗതികൾ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ഓരോ ഭാഗത്ത് ചെല്ലുമ്പോൾ അതിനുള്ള ആരോമാർക്ക് അതിനുള്ള അടയാളം വെച്ചിട്ടുണ്ട്. അതിനെ നോക്കി വേണം നമ്മൾ യാത്ര ചെയ്യുവാൻ. അല്ലെങ്കിൽ നമ്മൾ ചെന്ന് അപകടത്തിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് റോഡിൽ ഓരോ സിഗ്നലുകൾ വെച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞ പോലെ ദൈവാത്മാവ് നമുക്ക് ഓരോ മുന്നറിയിപ്പ് തരും. ആ മുന്നറിയിപ്പ് തരുന്നത് നീ അവഗണിച്ചു പോയാൽ അത് അനർത്ഥം തന്നെയാണ്. അതിന് ദൈവത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഹല്ലേലൂയ. ഇവിടെ എനിക്കൊരു കാര്യം അറിയാം. ഒരു സ്തോത്രം, എല്ലാവരും ദൈവത്തിനുള്ളത്, ദൈവത്തോട് ചേർന്നിരിക്കുന്ന ദൈവവചനത്തിന് ചെവി കൊടുക്കാതെ അവര് കണക്ക് കൂട്ടുന്നത് പോലെ തന്നെ നടക്കട്ടെ എന്നുള്ള ചിന്ത. ഈ സദസ്യവാക്യം പറഞ്ഞതുപോലെ അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്ന പോലെ അവന് പാലിന്റെ ചിന്ത. അവര് കണക്ക് കൂട്ടുന്ന പോലെ പോകണം, അവര് പറയുന്ന പോലെ നടക്കണം. ഞാൻ പറയുന്ന പോലെ, ഞാൻ പ്രവർത്തിക്കുന്ന പോലെ, ഞാൻ കാണുന്ന പോലെ ഞാൻ ചെയ്യുന്നു, അങ്ങനെയൊക്കെയാ ചിലരൊക്കെ. അതൊക്കെ ദോഷമുള്ള പ്രവൃത്തിയാണെന്നേ. ഹല്ലേലൂയ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം.
മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് ദൈവത്തോട് ചേർന്നിരിക്കണം. ഇന്ന് അനേകർ സങ്കല്പങ്ങളിലൂടെ പാപസുഖങ്ങളെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുക. സന്ദർഭം ലഭിക്കുമ്പോഴെല്ലാം ധൈര്യപൂർവ്വം പാപപ്രവർത്തികളിൽ ബന്ധപ്പെടുന്നു. പലരും പലവിധമായ സങ്കല്പങ്ങൾ കണ്ട് അല്ലെങ്കിൽ പാപം അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ മുഴുത്തു വരുന്നു. പാപം അവരുടെ കണ്ണുകൾക്ക് മുമ്പിൽ മുഴുക്കുകയാണ്. സങ്കല്പങ്ങളിൽ കൂടെ വർദ്ധിച്ച് അവരുടെ ഉള്ളിൽ മോഹം വർദ്ധിക്കുന്നു. മോഹം വർദ്ധിച്ച് അല്ലെങ്കിൽ മോഹം വർദ്ധിക്കും. മോഹം ഗർഭം ധരിക്കുമെന്ന മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുക. അങ്ങനെ സങ്കല്പങ്ങളിലൂടെ കാണുന്ന അനവധി ചിന്തകൾ അവരുടെ ഉള്ളിൽ മോഹങ്ങളായി ഗർഭം ധരിച്ച് സമയം കിട്ടുമ്പോൾ, സന്ദർഭം കിട്ടുമ്പോൾ അവരത് പാപമായി പ്രവർത്തിക്കും. ഹല്ലേലൂയ. ധൈര്യപൂർവ്വം പാപം ചെയ്യും. പിന്നീട് അയ്യോ ഞാൻ പാപം ചെയ്തുവല്ലോ എന്ന് പറഞ്ഞ് നിലവിളിച്ചതൊരു കാര്യമില്ല. നീ പാപം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദൈവത്തിന്റെ വചനം നമുക്ക് മുന്നമേൽ അറിയിച്ചു തരുന്നത്. ഹല്ലേലൂയ. പാപം ചെയ്തു പോയിട്ട് തെറി പറഞ്ഞിട്ട് അയ്യോ ഞാൻ പറഞ്ഞു പോയില്ല ക്ഷമിക്കും. ഇന്നത്തെ കാലഘട്ടത്തിൽ എന്താ ഈ സോറി പഠിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ടേ പലരും അങ്ങനെ രക്ഷപ്പെടുന്ന ഈ സോറിയല്ല. എന്തും പറയുന്നത് ഒരു മനുഷ്യനെ എന്തും പറയും. അവന്റെ വാക്കുകൊണ്ട് എന്തും അവനെ മുറിപ്പെടുത്തി, വേദനിപ്പിച്ച്, കഷ്ടപ്പെടുത്തി, ആ വാക്കുകൊണ്ട് ശപിച്ചൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞിട്ട് പിന്നെ സോറി കേട്ടോ, സംഭവം തീർന്നു. നീ ആയിരക്കണക്കിന് സോറി പറഞ്ഞിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദര സോറി, നീ ആയിരക്കണക്കിന് സോറി മറ്റുള്ളവരുടെ ഹൃദയത്തെ വേദനിപ്പിച്ച് പറഞ്ഞിട്ടില്ലേ, എന്റെ സോറിക്കൊന്നും വിലയില്ല. നിന്റെ സോറി കൊണ്ട് നീ അങ്ങ് ചേർന്നാൽ മതി ദൈവരാജ്യത്തിലേക്ക്. കർത്താവ് പറയും നീ ഒന്നൊക്കെ ഞാൻ ക്ഷമിക്കും, 1-2 ഒക്കെ ക്ഷമിക്കുമെന്ന് കർത്താവ് പറയായിരിക്കും. നീ 1000 തവണ ഇതുപോലെ എത്രയോ പേരുടെ സോറി പറഞ്ഞു. അതുകൊണ്ട് നിന്റെ ഹൃദയത്തിന്റെ വിചാരത്തിൽ നിന്നാണ് ഈ വാക്കുകൾ പുറത്തേക്ക് വരുന്നത്. ഹൃദയത്തിന്റെ വിചാരത്തിൽ നിന്ന് വരുന്ന വാക്കുകൾ ശുദ്ധമായിരിക്കണം. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന പാപചിന്തകളെ മൂളയിൽ തന്നെ മുറിച്ചു കളയണം. ഈ പാപചിന്തകൾ എന്ത് ചെയ്യണം? അത് മുളയ്ക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യണം? അതിനെ മുറിച്ചു കളയണം. അല്ലെങ്കിൽ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടിയാൽ മൃഗങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുകയില്ല. നിങ്ങളുടെ ജീവിതമാകുന്ന തോട്ടത്തിന് ചുറ്റും നിങ്ങൾ വേലി കെട്ടണം. ഈ മുളയിലെ നുള്ളുക എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുള്ളതോ പല ദൈവദാസന്മാരെ പ്രസംഗിച്ച്. നമ്മുടെ പറഞ്ഞ വീടിന്റെ മുറ്റത്ത് ഇല്ലി കൊണ്ട് വെക്കും മുള. ചിലർ വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് ഇല്ലി വെക്കും. ചിലർ വീടിനോട് നേരെ കൊണ്ടുവെക്കും. അതിൽ പറയും അയ്യോ ആ വീട്ടിലെ കൊച്ചിന്റെ നാളായില്ലയോ, ആ കൊച്ചിന്റെ വീട്ടിലെ നാളായില്ലോ, നമ്മൾ അങ്ങോട്ട് നോക്കാൻ പാടില്ല. അതുകൊണ്ട് ആ വീടിന്റെ മുമ്പിൽ ആ വീടിന്റെ ദർശനം ഇങ്ങോട്ട് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് മുള വെച്ചേക്കാം. അങ്ങനെ പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഉണ്ട്, ഇപ്പോഴും ഇവിടെ ഉണ്ട്. അങ്ങനെ അവർ കൊണ്ടൊരു മുള വെക്കും. അല്ലെങ്കിൽ ആ ഒരു ചെറിയ മുള അങ്ങോട്ട് വളരാൻ തുടങ്ങും. വളർന്ന് അത് പലതായിട്ട് അങ്ങ് വളർന്നു വന്ന് ഏകദേശം ഒരു 1-2 സെന്റൊക്കെ വളരും. പിന്നെ അതിനെ വെട്ടിയാലും പോകത്തില്ല, നശിപ്പിച്ചാലും പോകത്തില്ല, അതിന് എന്തെല്ലാം തീയിട്ടാ പോലും പോകത്തില്ലെന്നേ. എന്തെങ്കിലും കെമിക്കൽ കൊണ്ടുവച്ചാൽ പോലത്തില്ല. അതങ്ങ് വളർന്നു വന്ന് അവിടെ തൂമ്പ പോലും കുത്താൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ആ മുളയ്ക്ക് 40 വർഷം കൊണ്ട് അമ്മ പഴക്കം വരുന്ന വളർച്ചയുണ്ടെന്ന്, അതിന് ശേഷം കണ്ട പിന്നെ നശിക്കൂടെന്നൊക്കെ പറഞ്ഞു ഞാൻ കേട്ടിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ മുളയിലെ ആ സാധനം അവിടെ വളർന്നു വന്നപ്പോൾ അത് നുള്ളിക്കളഞ്ഞെങ്കിൽ ആ 2 സെന്റ് സ്ഥലം പാഴായി പോകത്തില്ലായിരുന്നു. ഹല്ലേലൂയ. അടുത്ത വീട്ടിലെ കൊച്ചിന്റെ നാൾ ആയില്യമായതുകൊണ്ട് ആ വീട്ടിന്റെ ദോഷം വരാതിരിക്കാൻ വേണ്ടി നീ നിന്റെ മുറ്റത്തൊരു മുള വെച്ച് വളർത്തി ആ മുള നിനക്ക് തന്നെ ദോഷമായി മാറി. ഹല്ലേലൂയ. പിന്നെ നിനക്കിനെ നശിപ്പിക്കും. ഇതൊക്കെയാ ഹൃദയ വിചാരം കൊണ്ടുണ്ടാകുന്ന ചിന്തകൾ. പാപത്തിലേക്ക് നിന്റെ സങ്കല്പങ്ങൾ നിന്നെ പാപത്തിലേക്ക് കൊണ്ടുപോകും. അതുകൊണ്ട് നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. പ്രേക്ഷകവാൻ ഹല്ലേലൂയ. അപ്പൊ ഏതൊരു മനുഷ്യനും പാപപ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഹൃദയചിന്തയിൽ ആദ്യം പാപം ചെയ്യുന്നു. നമ്മള് ഒരാളോട് പാപം ചെയ്യുന്ന സ്ത്രീയെ നമ്മൾ ബലാത്കാരമായി കയറി പിടിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ മറ്റൊരു പുരുഷൻ അല്ലെ ആരെയും നമ്മൾ പാപത്തിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മൾ ഒരു മോഷണം ചെയ്യുവാൻ അല്ലെങ്കിൽ പിടിച്ചുപറി നടത്താൻ വേണ്ടി, അല്ലെങ്കിൽ എന്തെങ്കിലും അപഹരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് അത് കയറി നമ്മൾ ആക്രമിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഹൃദയത്തിൽ പാപം ചെയ്യും. ഹൃദയത്തിലുണ്ടായതുകൊണ്ടാണല്ലോ നമ്മൾ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ കാലം പീഡനം മുഴുവൻ ഉണ്ടാകുന്നത്. ഹല്ലേലൂയ. അപ്പൊ ആദ്യം നമ്മുടെ ഹൃദയത്തിൽ പാപം ചെയ്യുന്നു, പിന്നീട് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ജനത്തിൽ പറയട്ടെ, നിങ്ങളുടെ ചിന്തകളും നിരൂപണങ്ങളും എല്ലാം
നിങ്ങൾ ശോധന ചെയ്യണം. നിങ്ങളുടെ ചിന്തകളും നിരൂപണങ്ങളും എല്ലാം നിങ്ങൾ അശുദ്ധമായതിനെ നീക്കി, പാപത്തിന്റെ ചിന്തകളെ നീക്കി നിങ്ങളുടെ വായിക്ക് നിങ്ങൾ കാവൽ നിർത്തണം. ദൈവ വചനം കൊണ്ട് നിങ്ങളെ നിർത്തണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ. യാക്കോബിന്റെ ലേഖനം പഠിക്കുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അല്ലെ? യാക്കോബിന്റെ ലേഖനം കാണുന്നുണ്ട്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ചിലരൊക്കെ പരീക്ഷിക്കപ്പെടും പറഞ്ഞത് ദൈവം അല്ലയ്യ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന്. ഹല്ലേലൂയ. ദൈവം ദോഷത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം നമ്മളെ ദോഷത്താൽ പരീക്ഷിക്കപ്പെടുത്തില്ല. അല്ലെങ്കിൽ ദൈവം ദോഷത്താൽ പരീക്ഷിക്കപ്പെടാത്തവനാണ്. താൻ ആരെയും പരീക്ഷിക്കുന്നുമില്ല. ഓരോരുത്തരും പരീക്ഷിക്കപ്പെടുന്ന സ്വന്തം മോഹത്താൽ ആകർഷിച്ച് വശീകരിക്കപ്പെടുമ്പോഴാണ് പാപം ചെയ്യുന്നത്. ഇത് പഴയ നിയമത്തിന്റെ പ്രമാണമാണ്. നമുക്കറിയാം, അല്ലെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം, അല്ലെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോൾ നമുക്കത് കാണാൻ കഴിയും. ഹല്ലേലൂയ. 1 ശമൂവേലിന്റെ പുസ്തകത്തിലേക്കൊക്കെ വരുമ്പോഴും ഹല്ലേലൂയ അതിനെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ, സ്തോത്രം. 1:13 വായിക്കുമ്പോൾ, അല്ലെങ്കിൽ 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോഴും ശൗലിന്റെ ദുരാത്മാവ് വന്നതും. ഹല്ലേലൂയ. 2 ശമൂവേലിന്റെ പുസ്തകം 24:1 വായിക്കും, ദാവീദ് ഇസ്രായേലത്തെ എണ്ണിയതുമൊക്കെ ദോഷമായി ഭാവിച്ചത്, അല്ലെങ്കിൽ ദൈവത്താൽ പരീക്ഷിക്കപ്പെട്ടവർ ചെയ്തു എന്ന, അത് ദൈവം അങ്ങനെ ദോഷങ്ങളെ പരീക്ഷിക്കാൻ നമ്മൾ സഹിക്കുക. അങ്ങനെ ചില തെറ്റായ വ്യാഖ്യാനങ്ങൾ അവിടെ വന്നതുകൊണ്ട് ഇന്നും മനുഷ്യൻ പറയും ദൈവം നമ്മളെ ദോഷങ്ങളെ പരീക്ഷിക്കപ്പെടുമെന്ന്. എന്റെ പ്രിയ സ്നേഹിത, ദൈവം നിന്നെ ദോഷങ്ങളെ പരീക്ഷിക്കപ്പെടുന്നവനല്ല. അതുകൊണ്ടാണ് യാക്കോബ് പറയുന്നത്, പരീക്ഷിക്കപ്പെടുമ്പോൾ ഞാൻ ദൈവത്താൽ പരീക്ഷിക്കപ്പെടുന്നു എന്ന് ആരും പറയരുത്. ദൈവം ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടാത്തവനാകുന്നു. ഒരിക്കലും ദൈവം ദോഷങ്ങളെ നിങ്ങളെ പരീക്ഷിക്കത്തില്ല. നിങ്ങൾ ചെയ്യുന്ന പാപമാണ് നിങ്ങൾ പ്രവൃത്തിയിലേക്ക് കൊണ്ട്, അതാണ് നിങ്ങളുടെ ഉള്ളിൽ ദോഷങ്ങളായിട്ട് വരുന്നത്. ദാവീദ് സാഹചര്യത്തെ എണ്ണി, അത് ദൈവത്താൽ സംഭവിച്ചതല്ല. അതിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് ശൗലിന്മേൽ ദുരാത്മാവ് വന്നു, അതിന് തെറ്റായ വ്യാഖ്യാനം കൊടുത്തു. എന്നിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനെ അനുവർത്തിച്ചുകൊണ്ട് ഒരു കൂട്ടം പഠിപ്പിക്കുന്നു ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നു. ഒരിക്കലും ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കപ്പെടുന്നില്ല. ദൈവം നമ്മെ ചേർത്ത് പിടിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിന്റെ നിരൂപണങ്ങളാണ് നമ്മളെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കുന്നത്. ഞാനൊരു പാപം ചെയ്യാൻ ആഗ്രഹിക്കുമ്പോൾ, ഞാനൊരു പാപത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതാദ്യം എൻ്റെ ഹൃദയത്തിൽ സംഭവിക്കുന്നു എന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഹല്ലേലൂയ. അതുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിനകത്ത് പാപം കടന്നു വരരുത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സദൃശവാക്യത്തിനകത്ത് വായിച്ച വചനം എന്ന് പറയുന്നത് വളരെ ശ്രേഷ്ഠതയെ. എന്താണ്? ഹല്ലേലൂയ. അവൻ തന്റെ മനസ്സിൽ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു. സദൃശവാക്യം 23 അവൻ തന്റെ ഹൃദയത്തിൽ അവൻ തന്റെ മനസ്സിൽ അവൻ കണക്ക് കൂട്ടുന്നത് പോലെയാകുന്നു, തിന്നു കുടിച്ചു കൊള്ളുക എന്ന് അവൻ നിന്നോട് പറയും സ്നേഹത്തോടെ. എന്നിട്ട് പറയാം, അവന്റെ ഹൃദയമോ നിനക്കറിയില്ല. ആദ്യം പറഞ്ഞു അവൻ സന്തോഷമെല്ലാം പറയും, പക്ഷെ അവന്റെ ഹൃദയം നമുക്കറിയത്തില്ല. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, നാം എന്ത് ചെയ്യുവാൻ ഒരുങ്ങുന്നു അതിന്റെ നടുവിൽ ദൈവ ആലോചന ചോദിച്ചിരിക്കണം. നാം എന്ത് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു അതിന് മുമ്പിൽ പ്രാർത്ഥന ഉണ്ടായിരിക്കണം. മറ്റുള്ളവരുടെ ജീവിതത്തിനകത്ത് നീ ഒരു ദോഷമാകത്തക്ക നിലയിൽ, മറ്റുള്ളവരുടെ പ്രവൃത്തികൾക്കകത്ത് ദോഷമാകത്തക്ക നിലയിൽ നിന്റെ ജീവിതത്തെ നീ കൊണ്ടുപോകരുത്. ഹല്ലേലൂയ. പാപത്തിന്റെ ചിന്തകൾ നിന്റെ ഉള്ളിൽ വളർത്തിയെടുത്ത് പിന്നെ അത് മോഹങ്ങളായി ഗർഭം ധരിച്ചിട്ട് അത് പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാതെ ഈ ഭൂമി വെച്ച് തന്നെ നീ ശുദ്ധീകരിക്കപ്പെടണം. നിന്റെ ഹൃദയത്തിന്റെ ദുർമനസാക്ഷി നീങ്ങുവാൻ യേശുവിന്റെ രക്തം കൊണ്ട് നിന്റെ ഹൃദയത്തെ കഴുകി, ശുദ്ധ വെള്ളം കൊണ്ട് ശരീരത്തെ കഴുകി വെടിപ്പാക്കി, ആമീൻ, പരമാർത്ഥ ഹൃദയത്തോടെ നീ ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ നിനക്ക് നിത്യത്തിലെത്താൻ കഴിയുള്ളൂ. രക്ഷിക്കപ്പെട്ടതുകൊണ്ടോ, സ്നാനപ്പെട്ടതുകൊണ്ടോ, യേശുവിനെ വിളിച്ചതുകൊണ്ടോ, യേശുവിന്റെ ഫോട്ടോ വീട്ടിൽ വെച്ചതുകൊണ്ടോ, ക്രിസ്ത്യാനി ആയതുകൊണ്ടോ, ക്രിസ്ത്യൻ പള്ളിയിൽ പോയതുകൊണ്ടോ ഒന്നും സ്വർഗത്തിൽ പോകത്തില്ല. മാനസാന്തരപ്പെട്ട് ഹൃദയത്തിന്റെ അശുദ്ധിയെ കഴുകി വെടിപ്പാക്കി വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണ് സ്വർഗരാജ്യം. രക്തം ചെയ്യും ഒരു പാപിക്കും അവിടെ പ്രവേശിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്ന് പകൽ കർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് കണ്ണുകളടച്ചാട്ട്
പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ സ്വർഗ്ഗ പിതാവേ, ഒരു നല്ല സമയത്തിനായി ഈ വചനം കേട്ടുകൊണ്ടുള്ള ചെറിയ അമ്മ കർത്താവ് ശൈശവത്തിലും ബാല്യകവും യൗവനത്തിലും വാർത്തകത്തിലും വൃത്തലക്ഷം യാചക ഓർണ ചൂടങ്ങിയ തടവറയിലായിരിക്കും സകല ജനത്തെയും രാജ്യരാഷ്ട്ര തലവന്മാർ, രാജകുമാർ, രാജ്ഞിമാർ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, ഗവർണർ, പട്ടണ മേധാവികൾ, മതസാമൂഹിക സാംസ്കാരിക മാധ്യമ മീഡിയ രംഗം, സൈന്യന്മാർ, ജാതി മത വർണ്ണ വ്യത്യാസമില്ല കുടിതൊട്ട് കൊട്ടാരത്തിൽ പാർക്കുന്ന വലിയൊരു ചെറിയ കർത്താവി ഇന്ന് പകൽ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. മനുഷ്യന്റെ ഹൃദയ രൂപങ്ങൾ കർത്താവി ദോഷമുള്ളവയെന്ന് അവിടുന്ന് കണ്ട് ലോകയുടെ കാലഘട്ടത്തിൽ അന്ന് പ്രളയത്താൻ ജനത്തെ നാമെ ന്യായത്തിലേക്ക് ഇറക്കിയതുപോലെ ഈ കാലഘട്ടത്തിൽ തന്നെ ഒരു മുന്നറിയിപ്പായി മാറുമ്പോൾ ജനം മാനസാന്തരപ്പെട്ട് മടങ്ങി വന്ന് സ്വഭാവത്തിൽ രൂപീകരണം വരുത്തി കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ വരവിനായി ജനം ഒരുക്കമുള്ളവരെ തിരുവാൻ ഇന്ന് പകൽ കർത്താവിന്റെ കരങ്ങൾക്ക് സകല ജനത്തെ ഏൽപ്പിക്കുകയാണ്. കർത്താവ് താഴ്ന്നു ധരിച്ചുകൊണ്ട് വിശുദ്ധ ജീവിതം നയിപ്പാൻ ഹൃദയത്തിന്റെ അശുദ്ധിയെ നീക്കി ദൈവത്തോട് ചേർന്നിരിക്കുന്ന അനുഭവം ഉണ്ടാകണം. കർത്താവ് ഈ മനുഷ്യന്റെ ഹൃദയത്തിന്റെ വിചാരങ്ങളും അവന്റെ വാക്കുകളും അവന്റെ കണ്ണിന്റെ പ്രവൃത്തികളും അവന്റെ കേൾവിയും അവരെ കർത്താവ് കൈകളുടെ പ്രവൃത്തികളുടെ നടത്തും ഒരു മനുഷ്യന്റെ ആത്മജീവിതത്തെ നിർണ്ണയിക്കുന്ന അളവ് പോലായി കാണുമ്പോൾ ഇന്ന് കർത്താവ് ഈ മനുഷ്യ ജീവിതം മറ്റുള്ളവർക്ക് ദോഷകരായി മാറാതെ വിശുദ്ധമായി തീരുവ സകല ജനത്തെ ഒരുക്കണമേ. എല്ലാ ദൈവമക്കളെയും ദൈവദാസന്മാരെയും ദൈവസഭയെ ദൈവരങ്ങളിൽ ഏൽപ്പിക്കുന്നു. എല്ലാവരും വിശുദ്ധിയുടെ അനുഭവത്തിൽ കർത്താവിന്റെ വരവേറ്റും ആസനമായ കാലഘട്ടത്തിൽ വിശുദ്ധ ജീവിതം നയിപ്പാൻ ജനത്തെ ഒരുക്കണമേ പ്രാർത്ഥിക്കുന്നു. സകല മുഖത്ത് എടുക്കണം യേശു കർത്താവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.